ഈ ഒരു പ്രോബ്ലം നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എ കമ്പനി acquired a 3-year lease of land on 1st January 2008 for rupees 5 lakh. The company decided to provide for replacement of lease at the end of 3 years by setting up a depreciation fund. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഡിപ്രീസിയേഷൻ ഫണ്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു അസറ്റിനെ 3 years കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. It is expected that the investment will fetch interest at 15% per annum. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാൻ നമുക്ക് ചാൻസ് ഉള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% per annum ആണ് എക്സ്പെക്റ്റഡ് ഇൻട്രസ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി സിങ്കിങ് ഫണ്ട് ടേബിളിൽ എത്രയാണ് ആ ഒരു എമൗണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. 0.287977. അപ്പോൾ അതാണ് 1 രൂപയ്ക്ക് 3 years at 15% per annum കാണിച്ചേക്കുന്ന ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്, നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓൺ 31st ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ടു ബി മെയ്ഡ് ടു ദ നിയറസ്റ്റ് റുപ്പി. നമ്മൾ നിയറസ്റ്റ് റുപ്പിയിലോട്ട് റൗണ്ട് ചെയ്യും. ഓൺ 31st December 2010 the investments were sold for 3,20,000. അപ്പോൾ 2010 ആയപ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തു. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുന്നത് 2008 അപ്പോൾ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എൻഡ് ഓഫ് 3 years ആണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എൻഡ് ഓഫ് 2 years തന്നെ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്, അതും നമ്മളോട് പറഞ്ഞേക്കും. എന്നിട്ട് ഒരു ന്യൂ ലീസ് ഒബ്റ്റെയിൻ ചെയ്തു 5,50,000 ഫോർ എ 2-year പീരീഡ്. ഓക്കെ, ഇവിടുത്തെ പർച്ചേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ലീസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് 1st January 2008 ആണ്. അപ്പോൾ 2008, 2009, 2010 കറക്റ്റ് 3 years തന്നെയുണ്ട്. അപ്പോൾ 3 yearsൻ്റെ എൻഡിൽ തന്നെയാണ്, 2 years അല്ല, 3 yearsൻ്റെ എൻഡിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്യുന്നത്. എന്നിട്ട് പുതിയൊരു ലീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട് 5,50,000. അതിൻ്റെ പീരീഡ് 2 years ആണ്. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് എഴുതണം, അതിന് ലെഡ്ജർ അക്കൗണ്ട്സും കൂടി വരയ്ക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നിയറസ്റ്റ് 10 രൂപയിലോട്ടാക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എൻട്രീസ് എഴുതുന്നത്, എമൗണ്ട് എഴുതുന്നത്. അപ്പോൾ എമൗണ്ട് നമ്മൾ ഓരോ വർഷവും മാറ്റി വെക്കേണ്ട, ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ആ അസറ്റിൻ്റെ വാല്യൂ എടുക്കുക. അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 lakhs ആണ്. ഇവിടെ അവർ മിസ്റ്റേക്കായിട്ട് 50 lakh ഇട്ടേക്കുന്നത്. 5 lakh ഇൻറ്റു 0.287977. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് 1,43,989 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 lakh മൾട്ടിപ്ലൈഡ് ബൈ 0.287977. അപ്പോഴാണ് നമുക്ക് 1,43,988.5 എന്ന് കിട്ടും. 988.5 എന്നാണ് വരുന്നത്. അതായത് 1,43,988. അതിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 89 ആക്കും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഈ 0 ഇവിടെ ഇല്ല, 5 lakhs ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനിഷ്യൽ ഇയറുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആ ലീസിന് എടുക്കുന്ന ജേണൽ എൻട്രി കാണിക്കണം. ലീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, അത് നമ്മൾ കാണിക്കണം. അത് കഴിഞ്ഞ് ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ലീസിൻ്റെ എൻട്രി കാണിക്കുന്നത് 2008 January 1. ഇനി ഇയർ എൻഡ് December 31 ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് മാറ്റേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള ആന്യൂറ്റി വാല്യൂ ഇൻറ്റു 5 lakhs ചെയ്തപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലോട്ട് മാറ്റി. ഇനി ഈ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. നമ്മളോട് പറഞ്ഞു നിയറസ്റ്റ് 10 വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ 989 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നിയറസ്റ്റ് 10 എന്ന് വെച്ചാൽ 1 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 990 ആയിട്ട് കിട്ടത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് 1,43,989 പ്ലസ് 1,43,990 നിയറസ്റ്റ് 10 അങ്ങ് ആക്കി. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, നമുക്ക് അവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കൊരു അസറ്റ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മുടെ ഡിപ്രീസിയേഷനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ 2008 ഡിപ്രീസിയേഷൻ
നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേർണൽ എൻട്രി എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലോട്ട് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് 2008 എന്ന് പറയുന്ന ഇയറിലെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ നമ്മൾ സബ്സിക്വൻറ്റ് ഇയേഴ്സിൻ്റെ ജേർണൽ എൻട്രി നോക്കിയായിരുന്നു. ഈ സബ്സിക്വൻറ്റ് ഇയറിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ലീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ജേർണൽ എൻട്രി വരുന്നില്ല. കാരണം നമ്മൾ അസറ്റ് അക്വയർ ചെയ്ത ഇയർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇയർ ആണ്. ആ ഒരു ജേർണൽ എൻട്രി മാറ്റി നിർത്തിയിട്ട് പിന്നെ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് വരുന്നൊരു സംഭവമാണ് ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ഫുള്ള് തീർന്ന് സെക്കൻഡ് ഇയറിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കുമാണ് അടുത്ത ജേർണൽ എൻട്രി ഇടേണ്ടി വരുന്നുള്ളൂ. സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. അതാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 15% ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1,43,989 ആണ്. 990 ആയിട്ടാണ് നമ്മൾ എടുക്കണ്ടേ. അപ്പോൾ 990 ഇൻറ്റു 15%, അതാണ് 21,598.5. 21,598.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് 1 റുപ്പിയും കൂടെ റൗണ്ട് ചെയ്ത് 21,599 ആക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, ഇൻറ്റു 15%. ഇതാണ് അവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ഇത് കിട്ടുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട്. ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് മാറ്റണം. ഈ ഇൻട്രസ്റ്റിനെ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഈ എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്തു ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട്. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ ഡിപ്രീസിയേഷനും സെയിം ആയിരിക്കും. ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ ഈ 3 ഇയേഴ്സിലും സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2009 എന്നുള്ള ഇയറിൽ ഡിപ്രീസിയേഷൻ, അപ്പോൾ ഓർഡർ മറന്നു പോകരുത്. നമ്മൾ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇയറിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ജേർണൽ എൻട്രി, പിന്നെ ആ ഇൻട്രസ്റ്റിനെ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി, അത് കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ജേർണൽ എൻട്രി. അതൊരു ഓർഡറാണ്, ആ ഓർഡർ ഫോളോ ചെയ്യുക. അടുത്തത് ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. അടുത്ത് നമ്മൾ ആ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷനൂടെ ചേർത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷനൂടെ ചേർത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഇവിടുത്തെ എമൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് 1,65,590 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 1,65,590, 65,000 ഇവിടെ മാത്രമേ തെറ്റിയിട്ടുള്ളൂ, ഇവിടെ കറക്റ്റാണ്. ഇതാണ് എമൗണ്ട്. ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ 1,43,990 ആണല്ലോ ആദ്യത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് 21,599. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് 1,65,590 നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൻ്റെ ഡിപ്രീസിയേഷനും അതുകൂടാതെ ആ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ എമൗണ്ട് 1,65,590 വന്നേക്കുന്നത്. ഇനി അടുത്തത്, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തത്. സെക്കൻഡ് ഇയർ എൻ്റെ ആയപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്ലസ് നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും കൂടി നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 1,65,590 നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അടുത്തത് ഡിപ്രീസിയേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ്, 1,43,989. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്. അതാണ് അടുത്ത ജേർണൽ എൻട്രി. ഇനി നമ്മുടെ ലാസ്റ്റ് ഇയർ ആണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇയർ. അപ്പോൾ ലാസ്റ്റ് ഇയറിലും നമുക്ക് എന്താ ഇൻട്രസ്റ്റ് കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആ 1,65,589 ഇൻറ്റു 15% അതും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 1,43,990 പ്ലസ് നമുക്ക് സെക്കൻഡ് ഇയറിലത് മൊത്തം സെക്കൻഡ് ഇയർ ഫുള്ളായിട്ട് എമൗണ്ട് എത്രയായിരുന്നു? 1,65,590.
ഇതിൻ്റെ 15% ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 1,43,990 പ്ലസ് 1,65,590 ഇൻറ്റു 15%. അതിൻ്റെ 15% എടുക്കും. അപ്പോൾ അതാണ് നമുക്ക് തരുന്നത് ആൻസർ 46,437. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എമൗണ്ടിലോട്ട് അറൈവ് ചെയ്യാൻ പറ്റിയത്. ഇനി ലാസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് 46,437 തന്നെ. ഇനി അടുത്തത് നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ തേർഡ് ഇയറിലും ട്രാൻസ്ഫർ ചെയ്തു. അത് മൂന്നാമത്തെ ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഫോളോ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഫോർത്ത് എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എൻട്രിയാണ്, പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യണം, എമൗണ്ട് റിയലൈസ് ചെയ്യാണ്. നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. 3,20,000 കിട്ടി എന്ന് ക്വസ്റ്റനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. 3,20,000 ആ എമൗണ്ട് ഡയറക്റ്റ് എടുത്ത് അങ്ങ് എഴുതിയാൽ മതി എത്ര നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയെന്നുള്ളത്. അപ്പോൾ മൊത്തം നമുക്ക് 3,20,000 കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ഇനി ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു മെഷീൻ നമുക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു മെഷീൻ നമുക്ക് ഇപ്പം സെയിൽ ചെയ്തപ്പോൾ 3,20,000 വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം ഇപ്പോൾ ആ മെഷീൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് ഓർ ലോസ് അറൈവ് ചെയ്തു എന്നുള്ളത് നോക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുവരെയുള്ള കോസ്റ്റിൽ നിന്ന് നമ്മൾ ഇതുവരെ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ കുറച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5 lakhs ആയിരുന്നു. അപ്പം നമുക്ക് 1,43,989 ആണ് 3 വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. 1,43,989 ആണ് നമ്മൾ 3 വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്തേക്കുന്നത് 3 ഇയേഴ്സിൻ്റെ. അപ്പോൾ ഫുൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,31,967 എന്നുള്ള എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 5 lakhs ലെസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5 lakhs ആണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ. 5 lakhs ലെസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 68,033. ബട്ട് ഈ എമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പ്രോഫിറ്റാണ് ഈ 10,420 എന്ന് പറയുന്നത് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ ഡിഫറൻസ് കാണുന്നതെന്ന് വെച്ചാൽ കോസ്റ്റും റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് അല്ല നമുക്ക് കാണേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 10,420യുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, അതായത് മോളിൽ ഇൻട്രസ്റ്റ്, ഈ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 1,43,989 അല്ല 990 ആണ് എടുക്കേണ്ടത്. 990 പ്ലസ് 1,65,590. 1,65,590 ഇതിൻ്റെ 15% എടുത്തപ്പോഴാണ് നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അറൈവ് ചെയ്യാൻ പറ്റുക. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് തേർഡ് ഇയർ ആയപ്പോൾ ഇത്രയും വാല്യൂ ഉള്ളൂ. ഓക്കെ, തേർഡ് ഇയർ ആയപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 3,09,580 ആണ്. അതിൻ്റെ 15% കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 46,437 കിട്ടിയത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ ഇയർ എൻഡ് വാല്യൂ നമുക്കറിയാം 3,09,580 ഉള്ളൂ. ഇങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ പ്ലസ് സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡിങ് ദ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി താഴോട്ട് വരുമ്പോൾ ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ സെയിൽ വാല്യൂ 3,20,000 മൈനസ് നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ 3,09,580. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് 10,420. ആ 10,420 ആണ് നമ്മളിവിടെ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്. നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് ലാസ്റ്റ് ഇയറിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റ്.
അപ്പോൾ ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നതിന് നമുക്ക് കുറച്ചധികം വാല്യൂ കിട്ടി. ഇനി ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ലീസ് അക്കൗണ്ട്. നമ്മൾ പുതിയതായിട്ടുള്ള ലീസിന് എടുക്കുകയാണ്. പുതിയതായിട്ടുള്ള ലീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഡിപ്രീസിയേഷൻ ഫണ്ടിലുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ ലീസിന് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ലീസ് 5 lakhs. ഇനി ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ അതിൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ഈ 10,423. അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ. 3rd year എൻഡിലെ ഡിപ്രീസിയേഷനും കൂടി നമുക്ക് ചാർജ് ചെയ്യണമായിരുന്നു. അത് ചാർജ് ചെയ്തു. പിന്നെ ഇനി പുതിയതായിട്ട് നമ്മൾ ലീസിന് എടുക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി കൂടെ നമ്മൾ എഴുതി കൊടുക്കണം. പുതിയ ലീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5,50,000 ആണ്. പുതിയ ലീസിൻ്റെ വാല്യൂ 5,50,000. ഈ 5 lakh എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ലീസ്. ഇത് നമ്മുടെ ലീസിൻ്റെ ആ ഫുൾ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇത് പുതിയ ലീസല്ല, നമ്മുടെ ഓൾഡ് ലീസ് റൈറ്റ് ഓഫ് ചെയ്തതാണ് ഈ 5 lakh. നമ്മൾ ഇനീഷ്യലി 1st January 2008 എടുത്ത ലീസ് റൈറ്റ് ഓഫ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത് മാറിപ്പോയത്. ഇത് പുതിയ ലീസിനല്ല, നമ്മൾ ഓൾറെഡി ലീസിൽ വാങ്ങിച്ച അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തതാണ്. 1st January 2008 വാങ്ങിച്ചത് റൈറ്റ് ഓഫ് ചെയ്തതാണ്. ഓക്കെ, മറന്നു പോകരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജേണൽ എൻട്രീസ്. ഇനി നമുക്കിതിൻ്റെ ലെഡ്ജറാണ് പഠിക്കാനുള്ളത്. നോക്കാൻ പോകുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ലീസ് അക്കൗണ്ട് വരയ്ക്കും. ലീസ് അക്കൗണ്ടിൽ നമുക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കാണിച്ച് പോയാൽ മതി നമ്മളെ ലീസ് അസറ്റിൻ്റെ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എപ്പോഴാണോ എത്ര ഇയേഴ്സ് പ്രിപ്പയർ ചെയ്യണോ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇയർ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാതെ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ടിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും ഈ ഒരു അസറ്റിനെ. അപ്പോൾ ലീസ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതത്തുള്ളൂ. നമ്മൾ എല്ലാ വർഷവും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഇയറിലും നമ്മളതിനെ ആദ്യത്തെ ഇയറിൽ പർച്ചേസ്, ആദ്യത്തെ ഇയർ എൻഡിൽ ബാലൻസ് ക്യാരി ഡൗൺ, നെക്സ്റ്റ് ഇയറിലോട്ട് വരുമ്പോൾ സെയിം എമൗണ്ട് ബാലൻസ് ബ്രോട്ട് ഡൗൺ, സെക്കൻഡ് ഇയറിലും അതേപോലെ ബാലൻസ് ക്യാരി ഡൗൺ സെക്കൻഡ് ഇയർ എൻഡിൽ, പിന്നെ 3rd year ബിഗിനിങ്ങിലും സെയിം എമൗണ്ട് ബാലൻസ് ബ്രോട്ട് ഡൗൺ. 3rd year എൻഡിൽ മാത്രമാണ് ചേഞ്ച്, അതായത് ലാസ്റ്റ് ഇയറിൽ മാത്രമാണ് ലീസ് അക്കൗണ്ടിൽ ചേഞ്ച് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയറിൽ ബൈ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യും ഡിപ്രീസിയേഷൻ ഫണ്ടിലേക്ക്. ആ ഒരു 5 lakhs റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ലാസ്റ്റ് ഇയറിൽ, അതേ ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മൾ ഓരോ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ഇയർ എൻഡിൽ മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ എൻഡാണ് 2008 December 31. അതാണ് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡിപ്രീസിയേഷനെ ക്യാരി ഡൗൺ ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഡിപ്രീസിയേഷൻ 1,43,989 ഇതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ അതിനെ ക്യാരി ഡൗൺ ചെയ്യും ഇപ്പുറത്തെ സൈഡിലോട്ട്. അപ്പോൾ രണ്ട് സൈഡിലും 1,43,989 ആവും. സെയിം ഡേറ്റ് ആണ് ക്ലോസിംഗ് ഡേറ്റ് 2008 December 31. രണ്ട് സൈഡിലും 999 ചെയ്യും. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കൂടും. കാരണം നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മൾ ആദ്യം കൊണ്ടുവരും ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവന്നു. നമ്മുടെ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ടിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് ഇയറിൻ്റെ ഡിപ്രീസിയേഷനും അവിടെ തന്നെ നമ്മൾ എഴുതണം 1,43,989. ഇത് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനാണ് എല്ലാ വർഷവും. പിന്നെ ഇതിൽ വരുന്ന ഒരു അഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അത് നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലാണ് കിട്ടുന്നത്. എന്നാൽ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റും കൂടി ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ ക്ലോസിംഗ് ഡേറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ 3,09,577 വീണ്ടും നമ്മൾ 3rd ഇയറിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞ ജേർണൽ എൻട്രീസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ 46,437 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, 3,09,577 ഉണ്ടല്ലോ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്, അതിൻ്റെ 15% തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. 46,437 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് ചെയ്തതാണ്, 46,436.55 എന്ന് വരും. റൗണ്ട് ചെയ്യുമ്പോഴാണ് ഈ ഫിഗർ കിട്ടുന്നത്. ഇനി ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് 1,43,989. അത് കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തുവാണെന്നറിയാവോ, ഇത് നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെയിൽ ചെയ്തത് 3,20,000 റുപ്പീസിനാണ്. പക്ഷേ എപ്പോഴത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 3,09,577 ആണ് ഓപ്പണിങ്ങിലുണ്ടായിരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ 3,20,000 മൈനസ് 3,09,577. അപ്പോഴാണ് നമുക്ക് 10,423 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടുന്നത്. 10,423 എന്ന് പറയുന്ന എമൗണ്ട്. ആ 10,423 എന്ന് പറയുന്ന എമൗണ്ടാണ് നമ്മൾ ഈ P&L അക്കൗണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10,423 നമുക്ക് കിട്ടി. പിന്നെ ഉള്ളത് ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 10,420. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ഓൺ സെയിൽ കണ്ടുപിടിക്കുമ്പോഴേ നമ്മൾ റൗണ്ട് ചെയ്ത് വേണം, നിയറസ്റ്റ് 10 റൗണ്ട് ചെയ്ത് വേണം നമുക്ക് എമൗണ്ട് മൈനസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 3,20,000 മൈനസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3,20,000 മൈനസ് 3,09,580 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലേ നമ്മൾ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. 580 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 580 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ഓൺ സെയിലായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ എമൗണ്ട് അല്ല, ഈ എമൗണ്ട് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ് കേട്ടോ. ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ അക്കൗണ്ടിലെ ബാലൻസിങ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഫിഗർ 10,423. നമ്മൾ പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറയുന്നത് 3,20,000 നമ്മുടെ സെയിലിൻ്റെ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ സെയിൽ കൺസിഡറേഷനിൽ നിന്ന് 3,09,580 ആണ് മൈനസ് ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് നിയറസ്റ്റ് 10 ആക്കണമെന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആകുമ്പോൾ നിയറസ്റ്റ് 10 ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10,420 കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, വലിയ ടോട്ടൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിലാണ് വലിയ ടോട്ടൽ 5,10,423. അതിൽ നിന്ന് 5 lakhs മൈനസ് ചെയ്തു. അപ്പോൾ 10,423 ബാലൻസിങ് ഫിഗർ. ഇത് നമുക്കിവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് കാണിച്ചത്. അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ആ ബാലൻസിനെ കൊണ്ടുപോവുകയാണ്. ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് 10,423 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇയർ എൻഡിലാണ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇയർ എൻഡ് ആയപ്പോൾ നമ്മൾ ഇയർ എൻഡിൽ എഴുതി ടു ബാങ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് 1,43,990. ഇത് 1,43,989 ആയിരുന്നു. നമ്മൾ +1 കൂടെ ആഡ് ചെയ്ത് നിയറസ്റ്റ് 10 പറഞ്ഞുകൊണ്ട് +1 കൂടെ ആഡ് ചെയ്ത് 1,43,990 ആക്കിയതാണ്. എന്നിട്ട് നമ്മൾ ആ സെയിം ഡേറ്റിൽ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. അക്കൗണ്ട് ആ വർഷം ക്ലോസ് ചെയ്തു. ബാലൻസ് ക്യാരി ഡൗണും കൂടെ എഴുതി. ഇനി നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ 2009 January 1 നമ്മൾ എന്ത് ചെയ്യും, ഇത് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ഇത് അസറ്റ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ വരുന്ന ഡെബിറ്റ് സൈഡിലാണ്. ഇപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ സെയിം എമൗണ്ട് 1,43,990. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വർഷത്തെ ഡിപ്രീസിയേഷനും ഈ വർഷം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പ്ലസ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 21,599 ആണ് നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. രണ്ടും കൂടെ ചേർക്കുമ്പോൾ 1,65,589 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ +1 കൂടെ ആഡ് ചെയ്താണ് 590 ആക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 1,65,590 കിട്ടും. അപ്പോൾ ആ എമൗണ്ട് എഴുതി നമ്മൾ അടുത്ത വർഷത്തേക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യണം. 2009 December 31. ഇതെല്ലാം നമ്മൾ ക്ലോസിംഗ് ഡേറ്റിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എഴുതുന്നത്. രണ്ട് സൈഡിലും നമ്മൾ ഇടുന്നത്
ക്ലോസിംഗ് ഡേറ്റ് ആണ്. ആകെപ്പാടെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് അത് നമ്മുടെ സെക്കൻഡ് ഇയറിൽ വരുന്നത്, കാരണം അവിടെയാണ് നമ്മൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ട്. അതുകൊണ്ടാണ് ബാലൻസ് ബ്രോട്ട് ഡൗൺ സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചേക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ. ബാക്കിയെല്ലാം ക്ലോസിംഗ് ഡേറ്റാണ്. ഇനി അടുത്ത വർഷം വീണ്ടും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അപ്പോൾ അത് കാണിക്കണം. 2010 January 1 3,09,580 ആണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. അതായത് നമ്മുടെ 2009 December 31 ക്ലോസിംഗ് ബാലൻസ് ആയിരുന്ന എമൗണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. ഈ തേർഡ് ഇയറിൽ നമുക്കൊരു സെയിൽ വരികയാണ്, സെയിം അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുകയാണ് 3,20,000. അപ്പോൾ 3,20,000 മൈനസ് നമ്മളുടെ ബുക്ക് വാല്യൂ 3,09,580 ബുക്ക് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കവിടെ പ്രോഫിറ്റാണ് കിട്ടുന്നത്. നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂവിനാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തേക്കുന്നത്. നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത കേസ് നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് മാത്രം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ 2009 December 31 ഇയർ എൻഡിലെ ഡേറ്റ് തന്നെ കൊടുക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഇപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് അടുത്ത വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇൻട്രസ്റ്റ് ക്ലോസിങ്ങിലാണ് കിട്ടുന്നത് ബൈ ബാങ്ക് 21,599. സെയിം എമൗണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. 21,599 ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത വർഷം അതുപോലെ തന്നെയാണ്. നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് കിട്ടും 46,437. അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് സെയിം ഇയറിൽ തന്നെ സെയിം ഡേറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് തേർഡ് ഇയറിലെന്ന് പറയുന്നത് നമുക്കിവിടെ 2009 2010. അപ്പോൾ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും മാത്രമാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളത്. മനസ്സിലായോ? കാരണം ഫസ്റ്റ് ഇയർ എൻഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതുകൊണ്ടാണ് 2008 ഇവിടെ വരാത്ത കാരണം എന്ന് പറയുന്നത്. അപ്പോൾ 2008 വരാത്ത കാരണം എന്ന് പറയുന്നത് 2008 എൻഡിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ 2009 10 മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അടുത്തതെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നമുക്കറിയാം നമ്മൾ ഡിപ്രീസിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മൊത്തവും കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നു ക്ലോസിംഗ് ഡേറ്റിൽ 2008 December 1 ടു ഡിപ്രീസിയേഷൻ 1,43,989. അത് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ആ വർഷം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം ക്ലോസിംഗ് ഡേറ്റിൽ ബൈ P&L അക്കൗണ്ട് 1,43,989. അത് എഴുതി ക്ലോസ് ചെയ്യും. അത് നമ്മൾ സെയിം എമൗണ്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ നമ്മൾ ബൈ P&L അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ ഫണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും. ആദ്യം നമ്മൾ എഴുതുന്നത് ബൈ P&L അക്കൗണ്ട്, കാരണം നമ്മൾ P&Lലോട്ടാണ് ആദ്യം ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പിന്നെ ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് 3 വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ ടു ഡിപ്രീസിയേഷൻ ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ബൈ P&L എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. 3 വർഷത്തെ ഉണ്ട്. തേർഡ് ഇയറിൻ്റെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. തേർഡ് ഇയറിൻ്റെതും കൂടി ഉണ്ട്. ഇപ്പോൾ 2010 നമുക്ക് ഈ ഡിപ്രീസിയേഷൻ്റെത് നമ്മളിവിടെ എഴുതണം. ബൈ P&L 1,43,989 ടു ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട് 1,43,989 നമ്മളിവിടെ കാണിക്കണമായിരുന്നു. തേർഡ് ഇയറിൻ്റെത് ഇവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതി ചേർത്തു. 2010 December 31 തന്നെയാണത്. December 31. ഓക്കെ, പിന്നെ വരുന്നത് P&L അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു P&L അക്കൗണ്ടിലോട്ടാണ്. P&L അക്കൗണ്ടിന് ഡേറ്റ് ഇല്ല, ഫോർമാറ്റ് മിസ്റ്റേക്ക്, ഡേറ്റ് വേണമെന്നില്ല. അപ്പോൾ ടു ഡിപ്രീസിയേഷൻ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ആ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് വേണമെന്ന് നിർബന്ധമില്ല, ബട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ മൂന്നിൻ്റെയും P&L അക്കൗണ്ടിൽ നമ്മൾ കാണിക്കും 1,43,989 സെയിം എമൗണ്ട്. പിന്നെ പുതിയ ലീസിനും കൂടി ഒരു അക്കൗണ്ട് നമുക്ക് വരയ്ക്കണം. പുതിയ ലീസിന് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത് 2011 January 1 പുതിയ ലീസ് എടുക്കുന്നത്. അപ്പോൾ അത് അസറ്റാണ്. പുതിയ ലീസ് എന്ന് പറയുന്ന ലീസ് അക്കൗണ്ട് നമുക്ക് അസറ്റാണ്. അതുകൊണ്ട് ടു ബാങ്ക് നമ്മൾ വാങ്ങുന്ന 5,50,000 അതെഴുതി. അപ്പോൾ ഇത്രയും മാത്രമാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമുക്ക് ആകെ ഇത്രയും ലെഡ്ജർ അക്കൗണ്ട്സേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ലീസ് അക്കൗണ്ട്, പിന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്, പിന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്,
ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പം നമ്പർ ഓഫ് അക്കൗണ്ട്സ് എത്രയെന്ന് പറയും? ഫസ്റ്റ് 1 ലീസ് അക്കൗണ്ട്, സെക്കൻഡ് 1 ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ട്, തേർഡ് 1 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഫോർത്ത് 1 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഫിഫ്ത്ത് 1 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, പിന്നെ ഇനിയുണ്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ന്യൂ ലീസ് അക്കൗണ്ട്. അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ന്യൂ ലീസ് അക്കൗണ്ട്, സാധാരണ നമുക്ക് 6 അക്കൗണ്ട്സേ വരാറുള്ളൂ. പുതിയ ലീസ് പറയുന്നുള്ളതുകൊണ്ടാണ് ന്യൂ ലീസ് അക്കൗണ്ടും കൂടെ നമ്മൾ വരച്ച് 7 ലെഡ്ജർ അക്കൗണ്ട്സ് ഇവിടെ വേണ്ടി വന്നത്. ഓക്കെ.